ധന്യ, ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൻ്റെ ഇടയിൽ അമേരിക്കയാണല്ലോ ഇപ്പോഴത്തെ കഥാപാത്രം. എന്തൊക്കെയോ ഒരു സിറ്റുവേഷൻ റൂമോ അങ്ങാണ്ട് തുറന്നു വെച്ചിരിക്കുന്നതിന് ട്രംപ് അവിടെ നിന്നെല്ലാം കാണുന്നുണ്ടെന്നൊക്കെയാണല്ലോ പറയുന്നത്. എന്താ സംഭവം അത്? ആ സിറ്റുവേഷൻ റൂം തുറന്നാൽ ആരെയാണ് ഉന്നമിട്ടത് അവർ തീർന്നിരിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പോൾ ലോകം മുഴുവൻ കാണാൻ കണ്ണ് തുറന്നു വച്ചിരിക്കുകയാണ് ആ സിറ്റുവേഷൻ റൂം. അമേരിക്കയുടെ തെക്കിനിയാണ് അത്. കറക്റ്റ് അങ്ങനെ തന്നെ പറയേണ്ടി വരും. അമേരിക്കയുടെ തെക്കിനിയാണ്. അതിൻ്റെ അകത്ത് നാഗവല്ലിയാണ് ട്രംപ് എന്നും പറയേണ്ടി വരും. കാരണം ട്രംപ് ഖമനേയിയെ ഉന്നമിട്ടു. അപ്പോൾ ഇനി തീർക്കേണ്ടത് ഖമനേയിയാണ്. അപ്പോൾ 85 വയസ്സായ കാരണവരാണ്. ഇരുന്നിടത്ത് നിന്ന് ഇരിക്കാൻ ഇപ്പോഴും പലരുടെയും സഹായം ആവശ്യമുണ്ട്. ചങ്കരൻ തമ്പി അത് തന്നെ, അതാണ് ഖമനേയി. അപ്പോൾ ഖമനേയിയെ തീർത്ത് കെട്ടുക, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇസ്രായേൽ തീർത്താൽ പേര് മുഴുവൻ ഇസ്രായേലിന് പോകും. അപ്പോൾ അതിനു മുൻപ് തങ്ങൾക്കത് തീർക്കണം. കാരണം ഇപ്പോഴും ലാദനെ കൊന്നത് അമേരിക്കയാണ് എന്നുള്ളൊരു വലിയ ഖ്യാതി നിലനിൽക്കുന്നുണ്ട്. അത് പാകിസ്ഥാനിൽ പോയി അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് വന്ന് ശവസംസ്കാരം പോലും നടത്താതെ കടലിലേക്ക് കെട്ടിത്താഴ്ത്തിയാണ് ഈ വേൾഡ് ട്രേഡ് സെന്റർ തകർത്തതിന് അമേരിക്ക പകരം വീട്ടിയത്. അപ്പോൾ അത്തരത്തിൽ ഖമനേയിയെ കൊല്ലുന്ന രീതി ഇനി എങ്ങനെയാണ്? കടലിൽ കെട്ടിത്താഴ്ത്തിയാണോ, അല്ലെങ്കിൽ തലയറുത്താണോ, അല്ലെങ്കിൽ ബങ്കറിലിട്ട് ചുട്ടരിച്ചാണോ, ഇനി സ്ഫോടനത്തിലൂടെ തീർത്താണോ, മിസൈൽ അയച്ചാണോ, അങ്ങനെ ഇനി എങ്ങനെയാണ് എന്നത് മാത്രം നമ്മൾ അറിഞ്ഞാൽ മതി. തീർക്കാനുള്ള എല്ലാ പദ്ധതികളും സിറ്റുവേഷൻ റൂമിലൂടെ ചർച്ച ചെയ്ത് എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. കാരണം ട്രംപ് ഈ ഉത്തര കൊറിയയിലെ കിമ്മിനെ പോലെയാണ്. എന്തെപ്പോൾ എങ്ങനെ ചെയ്യുമെന്ന് നമുക്കറിയില്ല. കാരണം നമ്മളിപ്പോൾ സംസാരിച്ചിരിക്കുന്ന സമയം വേണമെങ്കിൽ ഖമനേയി കൊല്ലപ്പെട്ടിരിക്കാം. അതാണ് ട്രംപിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ട്രംപ് എന്തും ചെയ്യും, എന്തും ഒന്ന് നിലപാടില്ലായ്മ. ഞാൻ വിചാരിക്കും അൻവറിൻ്റെ മറ്റൊരു സ്വഭാവമാണ് ട്രംപിനെന്ന്. കാരണം അൻവറിൻ്റെ നിലപാടെന്ന് പറഞ്ഞാൽ ഇന്ന് മത്സരിക്കില്ല എന്ന് പറയും, 5 മിനിറ്റ് കഴിയുമ്പോൾ പറയും മത്സരിക്കും, 10 മിനിറ്റ് കഴിയുമ്പോൾ പറയും LDF ആണെന്ന്, 15 മിനിറ്റ് കഴിയുമ്പോൾ പറയും UDF ആണെന്ന്. അങ്ങനെയാണ് അൻവറിൻ്റെ. അതുപോലെ തന്നെ ട്രംപ്. ഈ നിലപാടില്ലായ്മയുടെ പ്രത്യേകത എന്താണെന്നറിയോ? അവരുടെ നിലനിൽപ്പിന് വേണ്ടിയാണ് അവരുടെ നിലപാടുകൾ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരിങ്ങനെ അത് സെയിം, ഇവിടുത്തെ അൻവർ അവിടുത്തെ ട്രംപ്, അത്രേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ ട്രംപ് എന്ത് ചെയ്യും എന്നുള്ളൊരു ആശങ്ക ലോകത്തിന് മുഴുവനുണ്ട്. എനിക്ക് തോന്നുന്നു നെതന്യാഹുവിനെ സംബന്ധിച്ച് അത്തരം ഒരു ആശങ്ക ഉണ്ടാകാനുള്ള വഴിയുണ്ട്. കാരണം ഖമനേയിയൊക്കെ കൊന്നു കഴിഞ്ഞാൽ ലോകം ഇപ്പോൾ റഷ്യയും ഉത്തര കൊറിയയും പിന്നെ ഇറാനോടൊപ്പം നിൽക്കും. മറ്റ് രാജ്യങ്ങൾ, മുസ്ലിം രാജ്യങ്ങൾ ഒരുപക്ഷെ പരമോന്നത നേതാവല്ലേ, അദ്ദേഹത്തെ കൊന്നു തള്ളിയെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിൽ ഒരു വിഭാഗീയതയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ തുർക്കി അടക്കമുള്ള അതിനകത്തൊരു കാര്യമുണ്ട്. അതായത് ഖമനേയിയെ കൊന്നു എന്ന് വാർത്ത പുറത്തു വന്നാൽ മാത്രമല്ലേ ഇത്രയും ഇഷ്യൂ ഉണ്ടാവും. അത്രേ ഉള്ളൂ. നിലവിൽ ഇപ്പൊ അദ്ദേഹം എവിടെയാണെന്ന് അറിയില്ലോ. ഇല്ല, ജീവിച്ചിരിപ്പുണ്ടെന്ന് തെളിവില്ല. പക്ഷെ ഒരാഴ്ച മുൻപ് ഒരു വീഡിയോ പുറത്തു വിട്ടു. അത് നേരത്തെ വർഷങ്ങൾക്ക് മുമ്പ് എടുത്ത വീഡിയോ എന്നാണ് പറയുന്നത്. അങ്ങനെ ആവാനുള്ള സാധ്യതയില്ല. അതെ, തീർച്ചയായിട്ടും അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നുള്ള അനുമാനത്തിൽ തന്നെയാണ് ഇപ്പോഴും. പക്ഷേ ഇപ്പോൾ അദ്ദേഹം ഒരു ഇടയ്ക്ക് അദ്ദേഹത്തെ കാണാനില്ലാത്ത സമയത്ത് അദ്ദേഹത്തിന്റെ അതായത് എക്സ് അത് വർക്ക് ചെയ്യുമായിരുന്നു. അത് ആരാണ് അതിൽ പോസ്റ്റ് ചെയ്യുന്നതെന്നോ ഇദ്ദേഹം തന്നെയാണോ മറ്റാരെങ്കിലും ആണോ എന്നൊന്നും അറിയില്ലായിരുന്നു. ഇപ്പോഴും നമ്മുടെ ചോദ്യം അതാണ്, അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ, അമേരിക്ക തീർത്തോ എന്നുള്ളതാണ്. ഇനി ഈ സിറ്റുവേഷൻ റൂമിനെ കുറിച്ച് നമുക്ക് പറയാം. ഈ സിറ്റുവേഷൻ റൂം എന്ന് നമ്മൾ പറയുമെങ്കിലും 5000 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഓപ്പറേഷൻ സ്യൂട്ടാണ് സിറ്റുവേഷൻ റൂം എന്ന് പറയുന്നത്. ഒരു കുഞ്ഞു മുറി, അത്രേ ഉള്ളൂ. ട്രംപിനൊന്ന് നിരങ്ങി പോകാൻ പറ്റുന്ന ഒരു മുറി, അത്രേ ഉള്ളൂ. വൈറ്റ് ഹൗസിന്റെ പടിഞ്ഞാറൻ വിങ്ങിലുള്ള ഏറ്റവും താഴത്തെ നിലയിലാണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത്. 3 സുരക്ഷിത കോൺഫറൻസ് റൂമുകളും ഇതിൽ ഉൾപ്പെടും. യുണൈറ്റഡ് സ്റ്റേറ്റ് പ്രസിഡന്റ്, ചീഫ് ഓഫ് സ്റ്റാഫ്, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്, ഹോംലാൻഡ് സെക്യൂരിറ്റി ഉപദേഷ്ടാവും മറ്റ് മുതിർന്ന ഉപദേഷ്ടാക്കൾ എന്നിവർക്ക് പ്രതിസന്ധികൾ നിരീക്ഷിക്കുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും പുറമെ ആളുകളുമായി സുരക്ഷിതമായ ആശയവിനിമയം നടത്തുന്നതിനും വേണ്ടി ഏകദേശം 130 ദേശീയ സുരക്ഷാ കൗൺസിൽ ജീവനക്കാരാണ് ഇത് നടത്തുന്നത്. ലോകമെമ്പാടുമുള്ള US സേനകളുടെ കമാൻഡും നിയന്ത്രണവും നിലനിർത്തുന്നതിന് പ്രസിഡന്റിന് സുരക്ഷിതത്വവും നൂതനവുമായ ആശയവിനിമയ ഉപകരണങ്ങൾ സിറ്റുവേഷൻ റൂമിലുണ്ട്. 1898 സ്പാനിഷ് അമേരിക്കൻ യുദ്ധകാലത്ത് പ്രസിഡന്റ് മക്കിൻലിയാണ് വൈറ്റ് ഹൗസിലെ വാർ റൂം എന്ന ആശയം ആരംഭിച്ചത്. മക്കിൻലിയുടെ കാലത്ത് അതിൽ ടെലിഗ്രാഫ് സംവിധാനങ്ങളും മാപ്പുകളും ഉണ്ടായിരുന്നു. ബേ ഓഫ് പിക്സ് അധിനിവേശത്തിന്റെ പരാജയത്തിന് നിലവിലെ വിവരങ്ങളുടെ അഭാവമാണ് കാരണമെന്ന് ആരോപിച്ചതിനെ തുടർന്ന് 1961 പ്രസിഡന്റ് ജോൺ എഫ് കെനഡിയുടെ ഉത്തരവനുസരിച്ചാണ് സിറ്റുവേഷൻ റൂം സൃഷ്ടിച്ചത്. സുരക്ഷിതമായ ആശയവിനിമയ സംവിധാനങ്ങൾ ഇതിലുണ്ട്.
ചുവരുകൾക്ക് മുകളിലുള്ള മരപ്പലകകൾ, ഓഡിയോ വീഡിയോ മറ്റ് സിസ്റ്റങ്ങൾ എന്നിവ മറയ്ക്കുന്നു. ആഭ്യന്തര അന്തർദേശീയ പരിപാടികൾ നിരീക്ഷിക്കുന്ന 5 വാച്ച് ടീമുകൾ, ഒരു യാത്രാ പിന്തുണ ടീം, വീഡിയോ ഓപ്പറേറ്റർമാർ, കമ്മ്യൂണിക്കേഷൻ ടെക്നീഷ്യന്മാർ എന്നിവരുൾപ്പെടെ ഏകദേശം 130 ആളുകളാണ് സിറ്റുവേഷൻ സ്റ്റാഫിലുള്ളത്. ഓരോ വാച്ച് ടീമിലും 6 ഡ്യൂട്ടി ഓഫീസർമാർ, ഒരു കമ്മ്യൂണിക്കേഷൻ അസിസ്റ്റന്റ്, ഒരു സീനിയർ ഇന്റലിജൻസ് അനലിസ്റ്റ് എന്നിവർ ഉൾപ്പെടുന്നു. എന്നിരുന്നാലും ടീമുകളുടെ എണ്ണവും ഘടനയും ഷിഫ്റ്റ് ആവശ്യകതകളെയും ജോലിഭാരത്തെയും ആശ്രയിച്ച് വ്യത്യസ്തപ്പെടാം. ഇന്റലിജൻസ് കമ്മ്യൂണിറ്റിയിലെയും സൈന്യത്തിലെയും ഏജൻസികളിൽ നിന്നുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരുടെ ഒരു കൂട്ടത്തിൽ നിന്നാണ് ടീമുകളെ നിയമിക്കുന്നത്. ഇവരുടെ മാതൃ ഏജൻസികൾ നടത്തിയ സൂക്ഷ്മമായി പരിശോധിച്ച നാമനിർദ്ദേശങ്ങളിൽ നിന്നാണ് ഈ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. മാർക്ക് ഗുസ്റ്റാവ്സൺ ആണ് സിറ്റുവേഷൻ റൂമിന്റെ നിലവിലെ ഡയറക്ടർ. US ആക്രമണം നടത്തുന്ന സമയത്ത് നെതന്യാഹു ഉന്നതതല ചർച്ചകളിലായിരുന്നു. 5 മണിക്കൂർ നീണ്ട ചർച്ചയാണ് നടത്തിയതെന്നാണ് വിവരം. ഇതിനൊപ്പം സെക്യൂരിറ്റി ക്യാബിനറ്റ് മീറ്റിംഗ് നടത്തി. നെതന്യാഹുവിന്റെ വിശ്വസ്തൻ റോൺ ഡെർമർ, പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ്, വിദേശകാര്യമന്ത്രി ഗിഡിയൻ സെർ, ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻ ഗ്യുർ, ധനമന്ത്രി, ഇസ്രായേൽ സൈനിക മേധാവി, മൊസാദ് തലവൻ തുടങ്ങിയവരും ഇതിലുണ്ടായിരുന്നു 5 മണിക്കൂർ ചർച്ചയിൽ. അപ്പോൾ വാറൂം എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. അപ്പോൾ ഒസാമ ബിൻ ലാദന് ശേഷം ഈ വാറൂമിലിരുന്ന് ട്രംപ് കാര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ പിന്നിൽ ഖമനേയുടെ തല മാത്രമാണ് ലക്ഷ്യം. അത് നേരത്തെ പറഞ്ഞതുപോലെ ട്രംപ് ഏത് രീതിയിൽ അതിനുവേണ്ടി അങ്ങനെ ട്രംപ് പ്രവർത്തിച്ചാൽ മറ്റൊരു കാര്യം കൂടി ഇവിടെയുണ്ട്. ഉത്തര കൊറിയ എന്ന് പറയുന്നത് ട്രംപിനെക്കാട്ടിലും തലയ്ക്ക് മുളയില്ലാത്തൊരു മനുഷ്യരാണ് അവിടെ പ്രവർത്തിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഈ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഡ്രൈവർമാരെ കുറിച്ച് പറയാറുണ്ട്. അവർ ഇടത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് വലത്തോട്ട് വണ്ടി ഓടിക്കുന്നത്. അങ്ങനെ ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ഈ ഉത്തര കൊറിയയുടെ. അതെ, അങ്ങേര് മറ്റേ കയ്യിൽ ഒരു മറ്റേ ട്രംപ് അധികാരത്തിലേറിയപ്പോ തന്നെ ഒരു ആറ്റം ബോംബ് ഇങ്ങനെയാണ് വെച്ചിരുന്നത്. എപ്പോ അമേരിക്കയിലിട്ട് വിടാം, എപ്പോ അമേരിക്ക. ഇതിൽ ഉടമ്പടിയുണ്ട്. ഈ അണുവായുധം ആറ്റം ബോംബൊക്കെ ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള ഉടമ്പടികൾ എല്ലാ രാജ്യങ്ങളും, ഈ അണുവായുധം ഇല്ലാത്ത അണുവായുധം ഇല്ലാത്ത രാജ്യങ്ങൾ, ആയുധം ഉള്ള രാജ്യങ്ങൾ പിന്നെ ഉപയോഗിക്കാൻ പാടില്ല, ഇല്ലാത്ത രാജ്യത്തിലേക്ക് ഉപയോഗിക്കാൻ പാടില്ല, ഇതിന് ഉപയോഗിക്കണമെങ്കിൽ ഒരുപാട് ഉടമ്പടികളൊക്കെ ഉണ്ട്. ഇതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇറാൻ ഇപ്പൊ പറയുന്നത് ഞങ്ങളിപ്പോ ഞങ്ങളുടെ പിന്നെ അണുവായുധം ഇപ്പോ പിന്നെ പുറത്തിറക്കും, ഇപ്പൊ നശിപ്പിക്കും എന്നൊക്കെ. ഇയാൾ അതുപോലും പറയില്ല. അതിന് മുൻപ് എടുത്താൽ കിട്ടി പൊട്ടിക്കും. കാരണം ചോദ്യം ചെയ്യാൻ അവിടെ ആരും ഇല്ലല്ലോ. ആരെങ്കിലും ഇയാളെ പോയി ചോദ്യം ചെയ്യോ? ഈ കിമ്മിനെ പോയി ആര് ചോദ്യം ചെയ്യാൻ പോയാലും അവരെയൊക്കെ തലകർത്ത് വിടും. അതാണ് ഈ കിമ്മിന്റെ സ്വഭാവം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ അമേരിക്ക തീരുമാനിച്ചാൽ റഷ്യയും ഉത്തര കൊറിയയും ഒന്ന് ചേർന്ന് അമേരിക്കക്കെതിരെ തിരിയും. അമേരിക്കക്കെതിരെ തിരിയുമ്പോൾ ഇസ്രായേൽ അമേരിക്കയെ രക്ഷിക്കാൻ രംഗത്തെത്തും. ഇസ്രായേൽ മാത്രമല്ല, മറ്റ് അമേരിക്ക എന്ന് പറഞ്ഞാൽ ലോക പോലീസും ലോകത്തെ ശക്തമായ രാജ്യം എന്നല്ലേ പറയുന്നത്. അപ്പോൾ ഈ ശക്തമായ രാജ്യത്തിനോടൊപ്പം നിൽക്കാൻ നിരവധി രാജ്യങ്ങൾ രംഗത്തെത്തും. അപ്പോൾ അണുവായുധം ഇട്ട് പൊട്ടിച്ച് മറ്റേ അയാൾ അവിടെ ഇരുന്ന് കളിക്കും. ഇത് ഏത് വഴിക്കൂടെ പോവേണമെന്നുള്ള ഒരു പിടി ആർക്കും കിട്ടാതെ വരും. തെക്കിനിയിലിരുന്ന് ട്രംപ് ഇതെല്ലാം കാണും. അത്രേ ഉള്ളൂ. കാണാൻ മറ്റവൻ ജീവനോടെ വച്ചിരുന്നാൽ മതി.